നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തീറ്റ എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ജോളോ ചിപ്പ് എക്സ്പീരിയൻസ് ചെയ്ത് ഫജറുവിന് പണി കിട്ടി. നമ്മൾ ഇന്ന് വേറൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്ത ഒരു സാധനം, അണ്ടിമാങ്ങ, അതായത് കശുമാങ്ങ, ഇവിടെ പുർത്തിമാങ്ങ. ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു രീതിയിൽ നേരെ കഴിക്കുകയല്ല ചെയ്യുന്നത്. ഇതിൽ കുറച്ച് മസാല കൂട്ടൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണിത്. നിങ്ങളുടെ വായിൽ വെള്ളം വരും ഉറപ്പായിട്ടും. ഇത് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരുത്തിക്കും. ആ രീതിയിലുള്ള ഒരു സാധനമാണിത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, പഴയ ആളുകളൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം. കഴിക്കാത്ത ആളുകളാണെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. കമോൺ. നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. 3 കളറിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു സാധനമാണ് ഇന്ന് അടിപൊളിയാക്കിയിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് പോകുന്നത്. അടുത്തത് ഇനി നമ്മൾ പീസ് ചെയ്യാൻ പോവുകയാണ്. ഈ സാധനത്തിന് ഇതുപോലെ പീസ് ചെയ്യാം. പീസ് ചെയ്തിടുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മാങ്ങ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം പഴുത്തത് എടുക്കരുത്. അധികം പഴുത്തെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കഴിക്കാൻ വലിയൊരു മസാല കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അത് നമ്മൾ ഒരു മീഡിയം പഴുപ്പിൻ്റെ അത്ര കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടത്തില്ല. പിന്നെ ചിലപ്പം പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട, അങ്ങോട്ട് കഴിച്ചോന്നേ. ഈ വെജിറ്റേറിയൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ആളുകൾ പുഴുവിനങ്ങ് എടുത്ത് കളഞ്ഞേര്. ഇനി എല്ലാം നോൺ വെജും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, കഴിക്കാം. ഇപ്പം നമ്മൾ മാങ്ങ പീസ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് നമ്മൾ മുറിച്ച് വെച്ചു. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് കളയുകയാണ് ഞാൻ. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ മാങ്ങയുടെ വെള്ളം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളതിനകത്ത് ചേർക്കുന്നത് ഉപ്പ്, മുളക് പൊടി, അച്ചാർ പൊടി. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടു, അത് മാറ്റി വെച്ചു. ഇച്ചിരി മുളക് പൊടി ഇതിനകത്തേക്ക് ഇടുക. അടുത്തായിട്ട് അച്ചാർ പൊടി ഇതിനകത്തേക്ക് ഇടുക. അച്ചാർ പൊടി കുറച്ച് കൂടുതലിടുക, മുളക് പൊടി ഇച്ചിരി കുറയ്ക്കുക, അച്ചാർ പൊടി കുറച്ച് കൂടുതലിടുക. ഓക്കെ, ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പിട്ടോളൂ. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സാധനം നമ്മൾ ഈ മാങ്ങയ്ക്ക് പുറമെ ഓറഞ്ച് ഇല്ലേ, നമ്മൾ ഓറഞ്ച്, നല്ല നാടൻ ഓറഞ്ച് കിട്ടുകയാണെങ്കിൽ അതിനും പറ്റിയൊരു ഐറ്റമാണിത്. ഓക്കെ, ഇതുപോലെ മസാല തയ്യാറാക്കി എടുക്കുക. മസാല എന്ന് പറയുമ്പോൾ ഒരു ഇതുപോലെ ഒരു സംഭവം തയ്യാറാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സാധനം ഈ മാങ്ങയിലിടുകയാണ്. മാങ്ങയിലിട്ടിട്ട് ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. സംഭവം നല്ലപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ എൻ്റെ പജറു, എൻ്റെ പൊന്നോ, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. എന്നിട്ടുണ്ടല്ലോ എടുത്ത് കഴിഞ്ഞിട്ട് നിനക്കില്ല താഴ്ച, നീ വേണമെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോഴൊക്കെ സുഖമുണ്ടല്ലോ. ₹1 മുതൽ മുടക്കില്ലാതെ അടിപൊളി സാധനം. വേറെ ആൾക്ക് പിടിക്കാൻ നോക്കിയാൽ മതി. വേറെ ആൾക്കൊന്നും പിടിക്കത്തില്ല. നിന്നെ പോലെ ആരെങ്കിലും കൈ മറ്റേ കൊതി വെച്ചാൽ മാത്രമേ പട്ടിയിടാ. അതാ പറഞ്ഞ
ഷാറ് നൈസ് കയറ്റി വരും. ഇതൊക്കെയാണ് കഴിക്കേണ്ട സാധനം. മസ്റ്റ് ട്രൈ. പിന്നെ പച്ച വാങ്ങിയത് ഒരു പിടുത്തം പിടിക്കും നമ്മൾ. അച്ചാർ പൊടിയാണ് അതിൻ്റെ പ്ലസ് പോയിന്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് അടിപൊളിയായിട്ട് നമ്മളെ പഴയ കാലത്തിലേക്കൊന്ന് പോയി സെറ്റായിട്ട് പോയിട്ട് വന്നു. അഷ്കർ മാവിൻ്റെ മേലെല്ലാം കയറി കുറേ മാങ്ങിനെ പറിച്ചിട്ടു. നമ്മളതൊക്കെ വെട്ടി വിഴുങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ മല്ലു ജംഗ്ഷൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ മികച്ച രുചികളും യാത്രകളുമൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.